ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധുവും മനോഹരനും കൂടി സംസാരിക്കുകയാണ്. ഇനി എന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു കടമ്പ നിത്യയെ ഇല്ലാതാക്കിയവനെ കണ്ടുപിടിച്ച് അവനെയും എന്റെ കൈകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതോടുകൂടി എന്റെ ഈ ജീവിതത്തിലെ കടമ്പ കഴിഞ്ഞു. അത് കേട്ടപ്പോ സിദ്ധു പറയണ, അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? അച്ഛന്റെ മകള് തന്നെയല്ലേ ദേവികയും? ദേവിയെ കുറിച്ച് എന്താ അച്ഛൻ ചിന്തിക്കാത്തത്? അപ്പോ ദേവിയെ കുറിച്ചോർത്ത് എനിക്ക് ഒരു പേടിയുമില്ല. ദേവിക എത്തേണ്ട കൈകളിൽ തന്നെയാണ് സുരക്ഷിതമായി എത്തിയിട്ടുള്ളത്. നീ ഉണ്ട് അവൾക്ക് എന്ന് എനിക്കറിയാം. ഓ സിദ്ധു പറയണേ, ഞാനും ദേവികയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് അച്ഛന് കാണണ്ടേ? അതുകൂടി അച്ഛൻ കാണണം. ഞങ്ങളോടൊപ്പം അച്ഛൻ എന്നും ഉണ്ടാവണം. മനോഹരൻ പറയണേ, നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവും. നിന്റെയും ദേവിക മോളുടെയും ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും നല്ലത് മാത്രമേ ഉണ്ടാവൂ. അപ്പോ സിദ്ധു പറയണ, അത് കാണാൻ അച്ഛനും കൂടി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ആദ്യം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആദ്യം നിത്യയെ ഇല്ലാതാക്കിയവനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടുപിടിക്കുന്നതാണ് ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് എന്തുമുള്ളൂ. അപ്പോ മനോഹരൻ പറയാൻ, എങ്കിൽ സിദ്ധു എനിക്ക് നീ ഒരു വാക്ക് തരണം. എന്റെ മോളെ ഇല്ലാതാക്കിയവനെ, എന്റെ മോളെ നശിപ്പിച്ചവനെ നീ എനിക്ക് കണ്ടെത്തി തരണം. അപ്പോ സിദ്ധു പറയണേ, എന്റെ അനിയത്തിയാണ് ഇല്ലാതാക്കിയത്. അവനെ ഞാൻ കണ്ടുപിടിച്ച് അച്ഛന്റെ മുന്നിൽ തെളിവ് സഹിതം കൊണ്ടു നിർത്തി തരും. അച്ഛന്റെ സിദ്ധു ആണ് ഈ പറയുന്നത് എന്നും പറഞ്ഞ് സിദ്ധു മനോഹരന് വാക്ക് കൊടുക്കുകയാണ് ട്ടോ. പിന്നീട് ശരത്ത് ഒച്ചയെടുത്തോണ്ട് വിളിക്കുകയാണ്, അമ്മേ മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കാട്ടോ. അപ്പൊ പാർവതി വരാണ്, എന്താ മോനെ? അല്ല, ആരാണ് എന്റെ റൂമിലേക്ക് കയറിയത്? നിന്റെ റൂമിലേക്ക് കയറിയെന്ന്? അതെ, എന്റെ റൂമിലേക്ക് കയറി സാധനങ്ങളൊക്കെ വലിച്ച് നിലത്ത് വാരിയിട്ടിട്ടുണ്ട്. ആരാണ് അത് ചെയ്തത്? അപ്പൊ മുത്തശ്ശിയും, ആരാ നിന്റെ റൂമിലേക്ക് കയറാന്? ആ ദേവിക ആയിരിക്കും. ആ ദേവിക തന്നെയായിരിക്കും, അവള് തന്നെയായിരിക്കും. ആ അവരുടെ വീടല്ലേ, അവർ അതിനുള്ള അധികാരം എടുത്തതായിരിക്കും. എനിക്ക് മറ്റു റൂമോ മറ്റു വീടോ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോഴും എന്നെ ഗൾഫിൽ നിന്നും അറബി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ്. പക്ഷെ ഞാൻ അവിടേക്ക് പോവാത്തത് നിങ്ങളെ ഓർത്തിട്ട് മാത്രമാണ്. ഇത് കേട്ടപ്പോ പാർവതി പറയാണ്, അവളാണ് ഇത് ചെയ്തതെങ്കിൽ അവൾക്ക് അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. നീ വിഷമിക്കേണ്ട മോനെ, നീ എവിടേക്ക് പോവണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. അവളുടെ അഹങ്കാരം ഞാൻ നിർത്തിത്തരാം എന്ന് പറഞ്ഞ് ദേവികയെ ദേഷ്യം പിടിക്ക് വിളിക്കുകയാണ് കേട്ടോ പാർവതി. അപ്പോ ദേവിക പുറത്തേക്ക് വരികയാണ്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിനാണ് ശരത്തിന്റെ റൂമിലേക്ക് കയറി അവിടെയൊക്കെ പരിശോധിച്ചത്? ഞാൻ ശരത്തിന്റെ റൂമിൽ കയറി പരിശോധിച്ചു എന്നോ? ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ആരുടെ മുഖത്ത് നോക്കിയും ധൈര്യത്തിൽ പറയാനും എനിക്കറിയാം. പക്ഷെ ഇത് ഞാൻ ചെയ്തിട്ടില്ല. ശരത്ത് പറയണേ, നിങ്ങളല്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാനാണ്? ഇത് നിങ്ങളുടെ പേരിലുള്ള വീടാണെന്നുള്ള അധികാരത്തിൽ ചെയ്തതല്ലേ? നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അങ്ങനെ നിങ്ങൾ വിചാരിച്ചാലൊന്നും ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോവില്ല. അപ്പോ ദേവിക പറയാണ്, അത് ശരി, ഈ വീട് എന്റെ പേരിൽ തന്നെയാണ്. പക്ഷെ നിന്നെ പുറത്താക്കാൻ വേണ്ടി എനിക്ക് ഇങ്ങനെയുള്ള വേലയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിന്നെ പുറത്താക്കിയാലേ ഒപ്പം തന്നെ അമ്മയും മുത്തശ്ശിയും കൂടി ഇറങ്ങും. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ പുറത്താക്കാതിരിക്കുന്നത്. പിന്നെ എത്രയാണെങ്കിലും അമ്മയും മുത്തശ്ശിയും എന്റെ ഭർത്താവിന്റെ അമ്മയും മുത്തശ്ശിയുമാണല്ലോ. അതുകൊണ്ടാണ് എനിക്ക് നിന്നെക്കാളും കൂടുതൽ കടപ്പാടും ഉത്തരവാദിത്വവും ഇവരോടുണ്ട്. അപ്പോ പാർവതി പറയണേ, നീയല്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാനാണ്? ഈ വീട്ടിൽ എന്താ പ്രേതമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാന്? അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോ പ്രേതമുണ്ടാവും. കാരണം നിത്യയുടെ ആത്മാവ് അത്ര പെട്ടെന്നൊന്നും ഈ വീട്ടിൽ നിന്നും പോവില്ല. പ്രേതം എന്ന് കേട്ടപ്പോ മുത്തശ്ശി പെട്ടെന്ന് പതർച്ചു, പ്രേതമോ? വീട്ടിൽ പ്രേതമൊന്നും ആത്മാവൊന്നും ഇല്ല. നീ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. അപ്പോൾ ദേവിക പറയണേ, നിത്യയോട് ചെയ്ത ദ്രോഹത്തിന് അവള് ഈ ഭൂമി വിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. കണക്ക് ചോദിക്കാതെ നിത്യ ഒരിക്കലും നിത്യയുടെ ആത്മാവ് ഇവിടെ നിന്നും പോവില്ല. ഈ വീട്ടിൽ തന്നെ നിത്യയുടെ ആത്മാവ് ഉണ്ടാവും. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇല്ല, നിത്യമോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ദേവിക ചോദിക്കുകയാണ്, അതെങ്ങനെ മുത്തശ്ശിക്ക് അറിയാം? ശരത്തെ, നീ ഒരു കാര്യം ഓർത്തോ, നിന്റെ പുറകെ ഞാൻ മാത്രമല്ല, ആത്മാക്കളും പ്രേതവും ഒക്കെ നിന്റെ പുറകെയുണ്ട്. നീ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് ദേവിക പോവാണ്. അതോടുകൂടി ശരത്തൊന്ന് പതർച്ചയോടുകൂടി പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. പിന്നീട് ശരത്ത് നേരെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് കട്ടിലിനടിയിൽ വെച്ചിരിക്കുന്ന ആ ബാഗ് എടുക്കുകയാണ്. എന്നിട്ട് അതങ്ങ് തുറക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്നും നിത്യയുടെ ഷാൾ എടുക്കുകയാണ്. ചോര പുരണ്ട ആ ഷാളും നിത്യ ധരിച്ചിരുന്ന വാച്ചും കൈച്ചെയിനും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അതെല്ലാം തന്നെ കണ്ടും കൊണ്ട് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി നിന്ന് പ്രിയ കാണുന്നുണ്ട്. എന്നിട്ട് ശരത്ത് നിത്യയുടെ ചോര പുരണ്ട ആ ഷാൾ എടുത്ത് മണക്കുകയാണ് കേട്ടോ. അതും രക്തത്തിൻ്റെ ആ മണം കിട്ടുമ്പോൾ നന്നായി ആസ്വദിക്കാണ്. ഇതൊക്കെ കാണുന്ന നിത്യയുടെ ആത്മാവുള്ള പ്രിയയ്ക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യം പിടിച്ച് പകയോട് കൂടിയാണ് നോക്കുന്നത്. നിന്റെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞടാ, നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ട് എന്നുള്ള ഭാവത്തിലാണ് നോക്കിയിട്ട് നിൽക്കുന്നത്.
സമയത്ത് പ്രിയയുടെ മനസ്സിലിങ്ങനെ നിത്യയെ റെയിൽ പാളത്തിൽ കൊണ്ടുപോയി കിടത്തിയതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. ശരത്തും അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിത്യയുടെ പ്രിയയിലുള്ള ആത്മാവ് ശരത്തിനെ വകവരുത്തും എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് നിരഞ്ജൻ അമ്മയ്ക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പൊന്നുമണി വന്ന് പ്രശ്നമുണ്ടാക്കിയതിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ. പൊന്നുമണി വന്ന് ശരവണനുമായിട്ടുള്ള അവളുടെ ജീവിതം ഞാനാണ് നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് അക്ഷരയുടെ മുന്നിലും ശങ്കർ സാറിൻ്റെ മുന്നിലൊക്കെ വെച്ച് അവളെന്നെ നാണം കെടുത്തി. ഇനി മേലിൽ ആ വീട്ടിലേക്ക് അവൾ വന്നു പോവരുത്. അതിന് അമ്മ അവളോട് പറയണം. അവളെ നന്നാക്കാനൊന്നും നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. അത് കേട്ടപ്പോൾ ഞാൻ എന്തായാലും അവളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അവൾ ഇനി മേലിൽ ആ വീട്ടിലേക്ക് വരില്ല. അതിനുള്ളത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അവൾ കാരണം മോന് ആരുടെ മുന്നിലും തല കുനിക്കേണ്ട ഗതി വരില്ല. അവളെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നന്നാവണമെന്ന് സ്വയം ഉദ്ദേശമുണ്ടെങ്കിലല്ലേ നന്നാക്കാൻ പറ്റൂ. അല്ലാതെ നമ്മളൊക്കെ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. എന്തായാലും അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞാനൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞാണ് നിരഞ്ജൻ്റെ അമ്മ ഫോൺ വയ്ക്കുന്നത്. പിന്നീട് സ്വാമി തങ്കച്ചിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ജയശങ്കറിൻ്റെ വീട്ടിലുണ്ടായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ തങ്കച്ചിക്ക് നല്ല സന്തോഷമാവാണ്. അപ്പോൾ പൊന്നുമണി വീണ്ടും പഴയ പൊന്നുമണി തന്നെ ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവളുടെ ജീവിതം അവൾ തന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയ പിന്നെ എന്ത് ചെയ്യാനാണ്? ആ ശരവണനുമൊത്തുമുള്ള ജീവിതം അതെന്തായാലും അവൾക്ക് നല്ലതിനല്ല. ആ ശരവണൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് അവൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. അപ്പോൾ അല്ല, നമുക്ക് എന്തിനാ ഇപ്പോൾ ഇതിലൊക്കെ ഇടപെടേണ്ട കാര്യം? അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷേ ശരവണനുമായിട്ടുള്ള ശത്രുത നമുക്ക് മുതലെടുക്കണം. കാരണം ശരവണൻ്റെ ശത്രു ഇപ്പോൾ നിരഞ്ജനും അത് സിദ്ധുവും പിന്നീട് ശരത്തുമുണ്ട്. അതുകൊണ്ട് ഇത് വെച്ച് തന്നെ നമുക്ക് ശരവണനെ കയ്യിലെടുക്കണം എന്ന് വെച്ച് പറയാണ്. അപ്പോൾ സ്വാമി പറയണേ, എന്തായാലും ഇക്കാരണം കൊണ്ട് ഇപ്പോൾ അക്ഷരയുടെ വീട്ടിൽ നല്ല പ്രശ്നം തന്നെയാണ്. ജയശങ്കർ സാറും നിരഞ്ജനും അക്ഷരയും തമ്മിൽ വീണ്ടും വഴക്ക് തുടങ്ങി. പക്ഷേ അവരുടെ വഴക്ക് എത്ര നാളത്തേക്കുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് തങ്കച്ചി പറയട്ടെ. അപ്പോൾ സ്വാമി പറഞ്ഞു, എൻ്റെ ഒരേ ലക്ഷ്യം എന്താണെന്നുള്ളത് തങ്കച്ചിക്ക് അറിയാവുന്നതല്ലേ. തങ്കച്ചിയും ജയശങ്കർ സാറും പഴയതുപോലെ സ്നേഹത്തിലാവണം. അതാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടു കൂടി ജീവിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുനിൽക്കുന്നത്. അപ്പോൾ തങ്കച്ചി പറയണം, അതെല്ലാം നടക്കും. അതിനുള്ള വഴിയല്ലേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഓരോന്നായി വീണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഉപയോഗിക്കാം. ശരവണനിപ്പോൾ എല്ലാവരും ശത്രുക്കളാണ്. നിരഞ്ജനും സിദ്ധുവും വിശാലും പോരാത്തതിന് ശരത്തും. അതുകൊണ്ട് ശരവണൻ്റെ ഒപ്പം നമ്മളുണ്ട് എന്ന് സ്വാമി അവരോട് പറയണം. പൊന്നുമണിയെയും ശരവണനെയും ഒന്നിപ്പിക്കണം. അതാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വാമി അവിടെ നിന്നും പോകുന്നത്. പിന്നീട് വിഷ്ണുവിനെ കാണാൻ വേണ്ടി ചന്ദ്ര ജയിലിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് എന്തായി കാര്യങ്ങൾ എന്ന് ചന്ദ്രയോട് വിഷ്ണു ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയണ, പരമേശ്വരൻ സാറിനെയാണ് ഞാൻ ഏൽപ്പിച്ചത്. പക്ഷേ സിദ്ധു കാരണം അയാൾ മുടങ്ങി. ഇനി മറ്റേതെങ്കിലും വക്കീലിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കേട്ടപ്പോൾ വിഷ്ണുവിനെ നല്ല ദേഷ്യം പിടിക്കണം. എന്താണാവോ സിദ്ധുവിന് ഇത്ര ദേഷ്യം? സിദ്ധുവിന് നിന്നോടല്ല ദേഷ്യം, എന്നോടുള്ള ദേഷ്യമാണ് സിദ്ധു നിന്നോട് തീർക്കുന്നത്. അത് കേട്ടപ്പോൾ വിഷ്ണു പറയണേ, എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങട്ടെ. എന്നിട്ട് സിദ്ധുവിനുള്ളത് ഞാൻ കൊടുത്തോണ്ട് എല്ലാവരോടും കളിക്കുന്നത് പോലെ അയാൾ എന്നോട് കളിച്ചാൽ വിവരം അറിയും. ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്ര പറയണേ, എല്ലാ സമയത്തും ആ ദേവികയുടെ വീട്ടിലാണ് സിദ്ധു. ഇപ്പോൾ പോരാത്തതിന് അവിടെ ഒരു തീയും കൂടി വന്നിട്ടുണ്ട്. പ്രിയ എന്നാണ് പേര്. അത് കേട്ടപ്പോൾ വിഷ്ണു, പ്രിയയോ? ആ അതെ, അവളുടെ ഏട്ടൻ എന്താ വക്കീലാണെന്നൊക്കെയാണ് പറഞ്ഞു. ആ അത് ശരി, അപ്പോൾ എനിക്കറിയാം. ഇവിടെ ഏട്ടൻ എന്നോടൊപ്പം പഠിച്ചതാണ്. അപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അവളുടെ ഏട്ടൻ അറിയുമോ? ആ അറിയാം. അത് ശരി, അപ്പോൾ വിഷ്ണുവിനെ അകത്താക്കിയത് ആ ദേവിക കാരണമാണ്. പ്രിയയുടെ ഏട്ടനിൽ നിന്നും ദേവിക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ സിദ്ധുവിനോട് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിഷ്ണു അകത്തായത്. അപ്പോൾ വിഷ്ണു അകത്തായതിൻ്റെ പിറകിൽ അവർ രണ്ടുപേരും തന്നെയാണ്. അത് കേട്ടപ്പോൾ വിഷ്ണു, ഞാൻ പുറത്തിറങ്ങട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്നുള്ളത്. അപ്പോൾ ചന്ദ്ര പറയണേ, എനിക്ക് ആദ്യം തീർക്കേണ്ടത് ആ ദേവികയാണ്. ദേവിക കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ദേവിക ഇല്ലാതായാൽ തന്നെ പിന്നെ സിദ്ധു താനെ ഒതുങ്ങിക്കോളും. അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയട്ടോ. അങ്ങനെ വിഷ്ണുവും ചന്ദ്രയും കൂടി അടുത്ത പ്ലാൻ ഇനി ഉണ്ടാക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും ഞാൻ വക്കീലിനെ കണ്ടുപിടിച്ച്, നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ച് വിഷ്ണുവിനെ ഇത്രയും പെട്ടെന്ന് പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര പോകുന്നത്. പിന്നീട് പൊന്നുമണി വീട്ടിലെത്തിയ ശേഷം നിരഞ്ജൻ്റെ അമ്മയോട് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ എന്താണ് കരുതിയത്? എന്നെയും ശരവണനെയും പിരിക്കാമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോവില്ല. ഞാനും ശരവണനും എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കും. നിയമപരമായി വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നല്ലേ ഉള്ളൂ. മറ്റൊരു ഭാര്യയുണ്ടെങ്കിൽ പിന്നെ നിയമപരമായി വിവാഹം കഴിക്കുന്നതിലല്ലേ തടസ്സമുള്ളത്. പക്ഷേ ഞങ്ങൾ നിയമപരമായിട്ടല്ല ഇനി ജീവിക്കാൻ പോകുന്നത്. ഒരു താലി അമ്പലത്തിൽ വെച്ച് കെട്ടി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണ് പോകുന്നത്. നിങ്ങൾ ആര് തന്നെ വിചാരിച്ചാലും അത് തടയാനും കഴിയില്ല. നിങ്ങൾക്കാർക്കും എന്നെ ചതിക്കാൻ കഴിയില്ല. അപ്പോൾ നിരഞ്ജൻ്റെ അമ്മ പറയണേ, ഞങ്ങളല്ല നിന്നെ ചതിച്ചിട്ടുള്ളത്. ഞങ്ങൾ നിങ്ങളുടെ ജീവിതം
വിധം രക്ഷിക്കാനാണ് നോക്കിയത്. പക്ഷേ നിനക്കത് മനസ്സിലാകുന്നില്ല. നിന്നെ ചതിക്കാൻ പോകുന്നത് ആ ശരവണനാണ്. ശരവണനെ നീ വെറുതെ വിശ്വസിക്കാൻ നിൽക്കണ്ട. അത് കേട്ടപ്പോൾ പൊന്നുമണി, ഇല്ല, ഇനി നിങ്ങൾ ആര് തന്നെ എന്ത് പറഞ്ഞാലും ശരവണനെ കുറിച്ച് ഞാൻ ഒന്നും തന്നെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കില്ല. ഞാനും ശരവണനും ഒന്നിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിരഞ്ജൻ്റെ അമ്മ പറയണേ, നീ അനുഭവം വരുമ്പോൾ പഠിക്കും, അന്നേണ് നിനക്ക് മനസ്സിലാവും. എനിക്ക് ഒരു അനുഭവവും ഇതിൽ കൂടുതൽ വരാനില്ല. അതുകൊണ്ട് നിങ്ങളുടെ എത്ര തന്നെ തടസ്സം പറഞ്ഞാലും ഞാനും ശരവണനും തമ്മിലുള്ള വിവാഹം നടക്കും. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാട്ടോ. പിന്നീട് ശരവണൻ പൊന്നുമണിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ പൊന്നുമണി, എവിടെയാണ് ശരവണൻ എന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരു ആശുപത്രിയിലാണ്. ആശുപത്രിയിലോ? എന്താ സംഭവിച്ചത്? എന്നെ നിരഞ്ജൻ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ആ ഇരുട്ട് എന്നെ വന്ന് അടിച്ചു. ഇപ്പം ഞാൻ ആശുപത്രിയിലാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ പൊന്നുമണിക്ക് വല്ലാത്ത സങ്കടം. എങ്കിൽ ഞാൻ ഇപ്പം തന്നെ വരാം ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞ് ഫോൺ വെക്കാം കേട്ടോ. ഫോൺ വെച്ച ശേഷം ശരവണൻ ആലോചിക്കുകയാണ്. അവൾക്കറിയില്ലല്ലോ എന്താണ് ഉണ്ടായത് എന്നുള്ള ഭാവത്തിലിട്ടോ. എന്നിട്ട് ആയ സംഭവത്തെക്കുറിച്ച് ശരവണൻ ആലോചിക്കുകയാണ്. ശരവണനെ കാണാൻ വേണ്ടി ചെന്നതും എന്നിട്ട് ശരവണനെ വഴിയിൽ വെച്ച് തടഞ്ഞ് ഭീഷണിപ്പെടുത്തി സംസാരിച്ചതും, ഇനി മേലിൽ നീ പൊന്നുമണിയെ കാണരുത്, പൊന്നുമണിയുടെ ജീവിതം നീ നശിപ്പിക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും, അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കൈയും കാലും അടിച്ചൊടിച്ച് ഒരു മുക്കിലിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ശരവണന്റെ ഷർട്ടിന്റെ കോളറയിൽ കയറി പിടിച്ച് ഇരുട്ട് ഭീഷണിപ്പെടുത്തി സംസാരിച്ച ശേഷം അവിടെ നിന്നങ്ങ് പോവാട്ടോ. അങ്ങനെ ദേഹോപദ്രവം ഒന്നും തന്നെ ഇരുട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പൊന്നുമണിയുടെ സിമ്പതി കിട്ടാൻ വേണ്ടി, പൊന്നുമണി അതെല്ലാം വിശ്വസിക്കാൻ വേണ്ടി അവിടെ കിടക്കുന്ന ഒരു ഇഷ്ടിക എടുത്ത് ശരവണൻ സ്വയം നെറ്റി അടിച്ചു പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇരുട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിരഞ്ജൻ പറഞ്ഞ് ഇരുട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് ശരവണൻ പൊന്നുമണിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് നേരെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത്. ഇനി പൊന്നുമണി നേരെ ശരവണനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന ശേഷം ശരവണനോട് ഇങ്ങനെ ചെയ്തത് നിരഞ്ജൻ പറഞ്ഞ് ഇരുട്ടാണ് ഇത് ചെയ്തത് എന്ന് ശരവണൻ പൊന്നുമണിയെ പറഞ്ഞ് വിശ്വസിക്കുകയാണ്. അത് വിശ്വസിച്ചുകൊണ്ടാണ് ഇനി പൊന്നുമണിയുടെയും ശരവണന്റെയും വിവാഹം ഇനി നടക്കും. അത് കഴിഞ്ഞാണ് ശരവണൻ ആരാണെന്നുള്ളതും ശരവണന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും പൊന്നുമണി അറിയാൻ പോകുന്നത്. അപ്പോഴാണ് നിരഞ്ജനും അമ്മായും പറഞ്ഞ വാക്കിന്റെ വില പൊന്നുമണി മനസ്സിലാക്കാൻ പോകുന്നത്.